സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിവാദങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിക്കുമെന്ന് അറിയില്ലായിരുന്നു. പിതാവിന്റെ പേര് പറഞ്ഞ് സത്യവാചകം ചൊല്ലിയതിൽ എന്താണ് തെറ്റ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചത് കോൺഗ്രസ് നയത്തിന് തന്നെ എതിരെന്നായിരുന്നു ഉയർന്ന വിമർശനം. എന്നാൽ ഇത് ലോക്ഭവന്റെ തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വിശദീകരണം. ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന സത്യവാചകം ചൊല്ലിയതിലെ വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. പിതാവിന്റെ പേര് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നായിരുന്നു ചോദ്യം. ഞാൻ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എന്റെ അച്ഛന്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ? അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. സത്യപ്രതിജ്ഞയിൽ ജാതിപ്പേര് ഉപയോഗിച്ചതിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ വിമർശനമുയർന്നിരുന്നു. അംബേദ്കറെ വായിക്കാൻ വി.ഡി. സതീശൻ കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് KPCC വക്താവ് VR അനൂപ് പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിനെതിരായ വ്യക്തിപരമായ വിമർശനമല്ല. ജാതി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിയാലിറ്റി ആണെന്നും അതിനൊരു സാമൂഹിക മൂലധനമുണ്ടെന്നും അതൊരു സാമൂഹികമായ ഒരു അധികാരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കുമെതിരെയുള്ള വ്യക്തിപരമായ വിമർശനമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മുൻപ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത സമയങ്ങളിലൊന്നും ജാതിപ്പേര് വന്നിട്ടില്ല എന്നാണ് ഉയരുന്ന വിമർശനം. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.